പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 5-ൽ അവസാനിക്കുന്ന സംഖ്യകൾ എങ്ങനെ സിമ്പിളായി മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഗുണിക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5-നെ ഒഴിവാക്കി ബാക്കി വരുന്ന തുക ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എന്നാണ് നോക്കേണ്ടത്. ഇരട്ട സംഖ്യ ആണെങ്കിലാണ് ഞാൻ ഈ പറയുന്ന മെത്തേഡ് ബാധകമാവാം. അതായത് 45 × 25-ല് 5-നെ ഒഴിവാക്കിയാൽ ബാക്കി 4-ഉം 2-ഉം ഉണ്ട്. 4 + 2 6. ഇത് ഇരട്ട സംഖ്യയല്ലേ. ഇനി 35 × 25. 35 × 25-ൽ 5-നെ ഒഴിവാക്കിയാൽ ബാക്കി 3-ഉം 2-ഉം ഉണ്ട്. 3 + 2 5. ഇത് ഒറ്റ സംഖ്യയല്ലേ. അപ്പോൾ ഈ സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യ ആണെങ്കിലാണ് ഞാൻ പറയുന്ന മെത്തേഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത്ര സംഖ്യകളെ ഗുണിക്കേണ്ടതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നമുക്ക് നോക്കാം. 45 × 25. ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെങ്കിൽ, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ആദ്യം ഒഴിവാക്കുക. അതായത് 5-നെ നമ്മൾ ഒഴിവാക്കുന്നു. പിന്നെയുള്ള അക്കങ്ങൾ ഏതൊക്കെയാ? 4-ഉം 2-ഉം ആണ് അല്ലേ. ഈ 4-നെ 2-നെയും ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ആൻസർ 6 എന്ന് കിട്ടും. 6 ഒരു ഇരട്ട സംഖ്യ അല്ലേ. അപ്പൊ ഇങ്ങനെ ഇരട്ട സംഖ്യ വന്നാലാണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡ് ബാധകമാവുള്ളൂ. എല്ലായ്പ്പോഴും ഇങ്ങനെ അക്കങ്ങളുടെ തുക ഇരട്ട സംഖ്യ വന്നാലേ ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിന്റെ അവസാനത്തെ രണ്ടക്കം 2-ഉം 5-ഉം ആയിരിക്കും. അതായത് 25 ആയിരിക്കും ഈ സംഖ്യകൾ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിന്റെ അവസാനത്തെ രണ്ടക്കം. ഇങ്ങനെ അക്കങ്ങൾ കൂട്ടി കിട്ടുന്ന ഉത്തരം ഇരട്ട സംഖ്യകളാണെങ്കിൽ ഉടനെ തന്നെ 25 എന്ന് എഴുതുക. ഇനി വേണ്ടത് എന്താണെങ്കിൽ, കൂട്ടിക്കിട്ടിയ തുകയുടെ പകുതി കാണാം. അതെത്രയാ? 3 അല്ലെ. പിന്നീട് ഈ 2 ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ 45 25 എന്നുള്ള സംഖ്യയിൽ 4-ഉം 2-ഉം ആണ്. ആ 4-നെയും 2-നെയും ഗുണിക്കുക. ഈ ഗുണിച്ചു കിട്ടിയ ഉത്തരവും കൂട്ടിക്കിട്ടിയ തുകയുടെ പകുതിയും ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 + 3 11 എന്ന് കിട്ടും. അതെടുത്ത് എഴുതിയാൽ മതി. അപ്പൊ 45 × 25-ന്റെ ആൻസർ എത്രയാ? 1125. അതായത് 1125 എന്നർത്ഥം. അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. 65 × 45. ഇതിലെ 5-നെ ഒഴിവാക്കിയാൽ ബാക്കി ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 6-ഉം 4-ഉം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 6 + 4 10 എന്ന് കിട്ടും. 10 ഇരട്ട സംഖ്യയാണ്. ഉടനടി നമ്മുടെ ആൻസറിന്റെ അറ്റത്തായിട്ട് നമുക്ക് എന്ത് എഴുതാം? 25 എന്ന് എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യണം? 10-ന്റെ പകുതി കാണണം. അതെത്രയാ? 5 ആണ്. പിന്നീട് എന്ത് ചെയ്യണം? 6 × 4 എത്രയാണെന്ന് നോക്കുക. 24 ആണ്. ഇനി 24-ഉം 5-ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും? 29 എന്ന് കിട്ടും. അതെന്ത് ചെയ്താൽ മതി? അവിടെ എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ 65 × 45 29 25 2925 എന്ന ആൻസർ കിട്ടും. ഇനി കുറച്ച് സംഖ്യകൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം.